കർഷക സംഘം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചെറുപുഴ വില്ലേജ് യൂണിറ്റും പാണ്ടിക്കടവ് യൂണിറ്റ് കമ്മിറ്റിയും സംയുക്തമായി ചെറുപുഴ മിനി സ്റ്റേഡിയം ചെക്ക് ഡാം റോഡ് ശുചീകരിച്ചു. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി എല്ലാ ഏരിയ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ചെറുപുഴയിലും റോഡ് ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചത്. എം.ആർ. രതീഷ്, എൻ.വി. ശശി, കെ.ആർ. സുഹാസ്, ബൈജു രാഘവൻ, കെ.എം. ശ്രീയന്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സംഘത്തിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ആഗസ്റ്റ് 13-14 തീയതികളിൽ പിണറായിൽ വെച്ച് നടക്കുകയാണ്. ഈ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് എല്ലാ ഏരിയയിലും അനുബന്ധമായ ഒരുപാട് പ്രവർത്തനങ്ങളാണ് കർഷക സംഘം ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാ ഏരിയയിലും കാർഷിക മേഖലയിലെ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സെമിനാറുകൾ ഇപ്പോൾ സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഗസ്റ്റ് 6-നാണ് ജില്ലയിലെ മുഴുവൻ യൂണിറ്റ് കേന്ദ്രത്തിലും പതാക ഉയർത്തിക്കൊണ്ട് പതാക ദിനം ആചരിക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ വില്ലേജിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഒരു ശുചീകരണ പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് കർഷക സംഘം തീരുമാനിക്കുകയും കഴിഞ്ഞ ആഗസ്റ്റ് 2-നാണ് നമ്മളിവിടെ ശുചീകരണ പ്രവർത്തനം നടത്താൻ ആദ്യം പ്ലാൻ ചെയ്തത്. നമുക്കറിയാം, ആഗസ്റ്റ് 1-ാം തീയതിയാണ് നമ്മുടെ നാടിനെ നടുക്കിയിട്ടുള്ള പ്രളയം. ആ പ്രളയത്തോടനുബന്ധിച്ച് ഇവിടെ റാഫ്റ്റിങ്ങിന് വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ രാജേഷ് ഒരാളെ പ്രളയത്തിൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷിച്ച് ജീവിതം കൊടുത്തുകൊണ്ട് ഈ പ്രളയ ദുരന്തത്തിൽ രക്തസാക്ഷിയായിട്ടുള്ളത്. അപ്പോൾ അത്തരമൊരു വലിയ പ്രകൃതി ദുരന്തം വന്നപ്പോൾ അതിനാണ് മുഖ്യ പങ്ക്, അതിൻ്റെ പ്രവർത്തനത്തിലാണ് മുഖ്യ പങ്ക് വഹിക്കേണ്ടത് എന്നതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നടത്താൻ നിശ്ചയിച്ച പ്രവർത്തനമാണ് ഇന്നിപ്പോൾ ഈ പാണ്ടിക്കടവ് സ്റ്റേഡിയം പാലം റോഡ് ശുചീകരിച്ചുകൊണ്ട് കർഷക സംഘത്തിൻ്റെ ചെറുപുഴ വില്ലേജ് കമ്മിറ്റിയും പാണ്ടിക്കടവ് യൂണിറ്റുമെല്ലാം സംയുക്തമായി ചെയ്യുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനമാണ് കർഷക സംഘം ഏറ്റെടുത്തിട്ടുള്ളത്. കർഷക സംഘത്തിൻ്റെ സമ്മേളനം നടത്തുക എന്നത് 2 ദിവസം സമ്മേളനം നടത്തുന്നതിലപ്പുറത്തേക്ക് നാടിൻ്റെ എല്ലാ വിഷയങ്ങളിലും കാർഷിക മേഖലയിലെ ഇടപെടൽ സംബന്ധിച്ച് കൂടുതലായി കാർഷിക മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ആവശ്യമായ ഇടപെടൽ സംബന്ധിച്ചുള്ളതും അതുപോലെ ഇത്തരം പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ടാണ് കർഷക സംഘത്തിൻ്റെ സമ്മേളനങ്ങൾ താഴെ മുതൽ അതിൻ്റെ യൂണിറ്റ്, വില്ലേജ് സമ്മേളനം, ഏരിയ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ 13-14 തീയതികളിൽ കണ്ണൂരിൽ വെച്ച് പിണറായിൽ വെച്ച് കർഷക സംഘത്തിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ആ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ശുചീകരണത്തിലാണ് ഇപ്പോൾ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഉള്ളത്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 04985 242140. മൊബൈൽ 6238 064141.